ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടൊരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ നല്ലതായിട്ട് വേവുന്ന പപ്പായ, പിന്നെ ഒരു ചെറിയൊരു സവാള, എരിക്കനുസരിച്ച് 4 പച്ചമുളക്, പിന്നെ തക്കാളിക്ക, പിന്നെ തോമര. ഇത്രയുമാണ് നമുക്കത് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കുക്കറിലോട്ട് ഇട്ടിട്ട് പിന്നെ ഈ തോമര ഇടുക. ഇതാണ് നല്ല ടേസ്റ്റ്. ഈ തോമരയ്ക്കാണ് ടേസ്റ്റ്. അപ്പോൾ ഈ തോമര ഞാൻ ഉപയോഗിക്കുന്നത്. അന്നേരം പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഇത് വെളിച്ചെണ്ണ നമ്മൾ ശകലം ഒഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത്. അന്നേരം ഒരു ചെറിയൊരു സ്പൂണ് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കിതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് വേവുന്ന ഓമയ്ക്കായിരിക്കും അതതിൻ്റെ ടേസ്റ്റ്. അന്നേരം ഒരു 3-4 വിസിൽ നമുക്ക് ഇതടിക്കാം. നന്നായിട്ട് വേവണം. വെന്തുടയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, അപ്പത്തിനൂടെ ഒക്കെ പോകും. നല്ല ടേസ്റ്റാണ്. ഈസി ആയിട്ട് മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. എന്നാലും നല്ലൊരു ടേസ്റ്റാണിത്. ഇപ്പം നന്നായിട്ട് ഈ ഓമയ്ക്ക് നന്നായിട്ട് വെന്തുടയുന്നതായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി കടുക് വറുത്തൊഴിക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിനകത്ത് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും കൂടി ഇത് ഓഫാക്കിയിട്ട് വേണം ചേർക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആ കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിന് ആവശ്യത്തിന് എത്ര ലൂസ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഈസി ആയിട്ടും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറി. ഇപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കോമ്പിനേഷനാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.